മക്കളെ, എല്ലാവരും കെമിസ്ട്രി ഒക്കെ പഠിച്ച് തലയ്ക്ക് വട്ടുപിടിച്ചിരിക്കുമായിരിക്കും അല്ലേ? നല്ല ചൂടായിട്ടിരിക്കുമായിരിക്കും. നമുക്ക് കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ? റാൻഡം ആയിട്ട് എടുത്ത ചാപ്റ്റേഴ്സിന് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. എപ്പോഴും ഏത് ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മൾ മോഡൽ ആയിക്കോട്ടെ, പബ്ലിക് എക്സാം ആയിക്കോട്ടെ, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും കാണുന്നതാണ് ഗാൽവനിക് സെൽ. എന്താ മക്കളെ ഒരു ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞാൽ? ഗാൽവനിക് സെല്ലിന്റെ പ്രത്യേകത എന്താ? ഒരു വോൾട്ടായിക് സെൽ എന്നും പറയാം അല്ലേ? അതായത് എന്താ, കെമിക്കൽ എനർജി എന്താക്കി മാറ്റുക, അവർ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുക അല്ലേ? നമുക്ക് ആ സെല്ലിന്റെ അപ്പാരറ്റസ് നോക്കിയാലോ? സെൽ അപ്പാരറ്റസ് ഉണ്ടോ? ഇവിടെ എന്തുണ്ട്? ഒരെണ്ണത്തിൽ സിങ്ക് ഉണ്ട് അല്ലേ? സിങ്ക് റോഡ് ഉണ്ട്. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് റോഡ് ഇമേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ അപ്പാരറ്റസിനകത്തിലോ ഇവിടെ എന്താ ഉള്ളത്? ഈ ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വെച്ചിട്ട് അതിൽ കോപ്പർ റോഡ് ഇറക്കി വെച്ചേക്കുക അല്ലേ? രണ്ട് സൊല്യൂഷനുകൾ അതിനകത്ത് കാണിക്കുന്നത് അല്ലേ? പിന്നെയോ നോക്കിക്കേ, പിന്നെന്താ ഉള്ളത്? ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്തൊരു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. പിന്നെയോ ഈ റോഡുകളെ തമ്മിൽ കണക്ട് ചെയ്ത് എന്തുണ്ട്? വോൾട്ട് മീറ്റർ ഉണ്ട്. വോൾട്ട് മീറ്റർ എന്തിനാ? നമുക്ക് ഇലക്ട്രോൺസ് പാസ് ചെയ്യുമ്പം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ എന്ത് കാണിക്കും? ഡിഫ്ലക്ഷൻ കാണിക്കും അല്ലേ? അതിന് വേണ്ടിയിട്ട് അവിടെ എന്തുണ്ട്? വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഈ സിങ്ക് റോഡ് എന്ന് പറയുന്നത് എന്താ? സിങ്കിന്റെ സൈഡ് എന്ന് പറയുന്നത് ആനോഡാണ്. നമ്മൾ സിങ്കിനെ ആനോഡായിട്ട് എടുക്കുന്നത്. കോപ്പറിന്റെ സൈഡോ അത് നമ്മൾ കാത്തോഡായിട്ട് എടുക്കുന്നത്. ഇവിടെ ആനോഡ് വോൾട്ടായിക് സെല്ലിൽ അല്ലെങ്കിൽ ഗാൽവനിക് സെല്ലിൽ ആനോഡ് എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ആണ് അല്ലേ? ആനോഡ് നെഗറ്റീവും കാഥോഡ് എന്താ? പോസിറ്റീവ് ചാർജും ആയിട്ടാണ് കാണുന്നത് അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺസ്, അതായത് സിങ്കിന് അവിടെ നിന്നുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ട് പോവുക ചെയ്യുക? കോപ്പറിലേക്ക് പോവുക ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത് നോക്കാം. ആനോഡാണ്, നെഗറ്റീവ് ചാർജ് ആണ് സിങ്ക് ഇരിക്കുന്ന സൈഡ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺസ് സിങ്കിൽ നിന്ന് Zn2+ ആവും. സിങ്ക് Zn ആയിട്ടിരിക്കുന്ന കണ്ടീഷനിൽ നിന്ന് എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺസിനെ കൊടുക്കും. അപ്പോൾ അവർ എന്തായി മാറും? Zn2+ എന്ന് പറയുന്ന കണ്ടീഷൻ ആവും. ആ Zn2+ നിന്നുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് പോകുന്നത്? കോപ്പറിന്റെ സൈഡിലേക്കാണ് പോകുന്നത് അല്ലേ? എന്നിട്ട് കോപ്പർ Cu2+ ആയിരിക്കുന്ന കോപ്പർ എന്തായിട്ട് മാറും? Cu ആയിട്ട് മാറുക അല്ലേ? അതായത് എന്താ സംഭവിക്കുന്നത്? ആനോഡിലെ നെഗറ്റീവ് ചാർജിലിരിക്കുന്ന സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. അവിടുത്തെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? കോപ്പറിലേക്ക് മൂവ് ചെയ്യുന്നു. കോപ്പറിന് എന്ത് സംഭവിക്കും? റിഡക്ഷൻ സംഭവിക്കും. അവർ ഇലക്ട്രോൺസിനെ സ്വീകരിക്കും. അപ്പോൾ ഇവര് ഒരിടത്ത് ഓക്സിഡേഷനും ഒരിടത്ത് റിഡക്ഷനും സംഭവിക്കും. ഓക്സിഡേഷൻ റിഡക്ഷൻ ഒരുപോലെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്താ വിളിക്കുക? റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുക അല്ലേ? ഇതാണ് ഗാൽവനിക് സെൽ. ഇനി മറക്കല്ലേ. അടുത്ത് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് മിസ്, കോപ്പറിന്റെയും സിങ്കിന്റെയും ഒക്കെ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണം കേട്ടോ. ഇനി നമ്മൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് അതിൽ കാണുന്ന ഒരെണ്ണമാണ് കോൺസെൻട്രേഷൻ ഓഫ് ഫോഴ്സ്. കോൺസെൻട്രേഷൻ ഓഫ് ഫോഴ്സ് നോക്കിയാലോ? കോൺസെൻട്രേഷൻ ഓഫ് ഫോർ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഓർ പാർട്ടിക്കിൾസിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് ഫോർ എന്ന് പറഞ്ഞാൽ അതിന് 4 പ്രോസസ്സുകളുണ്ട്. ഏതൊക്കെയായിരുന്നു? ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിറ്റിക് വാഷിംഗ് ഒന്നാമത്തെ അല്ലേ? പിന്നെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, ലീച്ചിങ്. ഇങ്ങനെ 4 പ്രോസസ്സുകളാണ് അല്ലേ? അതിൽ ഒന്നാമത്തെ പ്രോസസ്സ് നോക്കിയാലോ? ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിറ്റിക് വാഷ്. അവിടെ എന്താ സംഭവിക്കുക? ഹൈഡ്രോളിറ്റിക് വാഷിൽ ഓർ പാർട്ടിക്കിൾസും ഉണ്ടാവും, ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. നമുക്കറിയാം ഇവർ ചേർന്നിരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഇമ്പ്യൂരിറ്റീസ് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? വാട്ടർ കറണ്ട് കൊണ്ടാണ് റിമൂവ് ചെയ്യുന്നത്. അങ്ങനെ വാട്ടർ കറണ്ടിൽ റിമൂവ് ആവണമെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് എന്തായിരിക്കണം? ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. ഇമ്പ്യൂരിറ്റീസ് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. ഓർ പാർട്ടിക്കിൾസ് ഓർ ഹെവിയറും, ഇമ്പ്യൂരിറ്റീസ് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. അങ്ങനെയാണ് വാട്ടർ കറണ്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഓർ നിൽക്കുകയും ചെയ്യും, ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ആവുകയും ചെയ്യും. മനസ്സിലായോ? ഇതിന് രണ്ട് ഓറുകൾക്കാണ് ഇങ്ങനെ റിമൂവ് ചെയ്യുന്നത്. ഏതൊക്കെയാ? മെറ്റാലിക് ഓക്സൈഡുകൾക്കും മെറ്റൽ ഓക്സൈഡുകൾക്കും അതുപോലെ തന്നെ ഗോൾഡിന്റെ കോൺസെൻട്രേഷൻ, ഗോൾഡിനും മെറ്റാലിക് ഓറുകളും അതുപോലെ തന്നെ ഗോൾഡിലും എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെയാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയുന്നത്. ഏതാ? ഈ മെത്തേഡാണ്. ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിറ്റിക് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഗോൾഡിലും മെറ്റാലിക് ഓക്സൈഡിലും റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, കിട്ടിയോ? രണ്ടാമത്തേതാ? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. നോക്കിയാലോ? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഇമ്പ്യൂരിറ്റീസ് ഹെവിയർ ആയിരിക്കണം. ഓർ പാർട്ടിക്കിൾസ് എന്തായിരിക്കണം? ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. എന്നാലേ എന്ത് നടക്കുള്ളൂ? ഫ്രോത്ത് ഫ്ലോട്ടേഷനിലൂടെ റിമൂവൽ നടക്കുള്ളൂ. അങ്ങനെ റിമൂവ് ചെയ്യുന്ന ഇതായിരിക്കും സൾഫൈഡുകളായിരിക്കും അല്ലേ? സൾഫറിന്റെ ഓറുകളൊക്കെ എങ്ങനെയായിരിക്കും നമ്മൾ റിമൂവ് ചെയ്യുന്നത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും. പിന്നുള്ളത് ഏതാ? മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റിക് സെപ്പറേഷനിലൂടെ എങ്ങനെ റിമൂവ് ചെയ്യുന്നത്? മാഗ്നറ്റിക് സെപ്പറേഷനിലൂടെ റിമൂവ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഓർ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ്, ഏതെങ്കിലും ഒരെണ്ണത്തിന് എന്ത് നേച്ചർ ഉണ്ടാവണം? മാഗ്നറ്റിക് നേച്ചർ ഉണ്ടാവണം അല്ലേ? എന്നാലേ റിമൂവൽ നടക്കുള്ളൂ. ഓക്കെ, നോക്കിക്കേ, അതിനകത്തിൽ കുറേ എക്സാമ്പിൾ ഉണ്ട്. അത് നോക്കിയിട്ട് വേണം. കോൺസെൻട്രേഷൻ ഓഫ് മാഗ്നറ്റൈറ്റ് ഉണ്ട്, ഓർ ഓഫ് അയൺ ഉണ്ട്, അയൺ ടങ്സ്റ്റേറ്റ് ഉണ്ട്, പിന്നെന്താ മാഗ്നറ്റിക് ഇമ്പ്യൂരിറ്റീസ് ഫ്രം ടിൻ സ്റ്റോൺ ഉണ്ട്, അതുപോലെ നോൺ മാഗ്നറ്റിക് ഓർ ഓഫ് ടിൻ. ഇത്രയും എണ്ണത്തിനെ റിമൂവ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? മാഗ്നറ്റിക് സെപ്പറേഷന്റെ ബേസിസിലാണ്. ഓക്കെ, കിട്ടിയോ? ഇനി ഇപ്പൊ നമ്മൾ 3 പറഞ്ഞു. ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിറ്റിക് വാഷ് പറഞ്ഞു, പിന്നെ എന്താ പറഞ്ഞത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പറഞ്ഞു, മാഗ്നറ്റിക് സെപ്പറേഷൻ പറഞ്ഞു. ഇനി 4ാമത്തെ ഏതാ? ലീച്ചിങ് അല്ലേ? ലീച്ചിങ് കൊണ്ട് നോക്കിയാലോ?
ലീച്ചിങ്ങിൽ എന്താ സംഭവിക്കുന്നത്? ഓറിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ റിയാക്ഷൻ നടക്കും അല്ലേ? റിയാക്ഷൻ നടന്ന് ഈ ഓറ് ഈ സൊല്യൂഷൻ അങ്ങ് ഡിസോൾവ് ആയി പോകും. ഇമ്പ്യൂരിറ്റീസ് ഡിസോൾവ് ആവില്ല, ഇൻസോല്യൂബിൾ ആയിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ ഫിൽട്ടർ ഓഫ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓറ് ഉള്ള സൊല്യൂഷൻ കിട്ടുമല്ലോ, അതിന് വീണ്ടും ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തി എന്ത് ചെയ്യാൻ പറ്റും? ഓർ പാർട്ടിക്കിൾസിനെ, പ്യൂർ ആയിട്ടുള്ള ഓറിനെ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് പ്യൂർ ഓറിനെ കിട്ടും. അതിനുള്ളൊരു എക്സാമ്പിൾ നോക്കിക്കേ. ഏതാ? ബോക്സൈറ്റ്, ദ ഓർ ഓഫ് അലൂമിനിയം അല്ലേ? ബോക്സൈറ്റ് എന്ന് പറയുന്നത് ആരുടെ ഓറാണ്? അലൂമിനിയത്തിന്റെ ഓറാണ്. അപ്പൊ അലൂമിനിയത്തിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? ബോക്സൈറ്റിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? ലീച്ചിങ് എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ? മറക്കല്ലേ? അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ബോക്സൈറ്റ് ദ ഓർ ഓഫ് അലൂമിനിയം അല്ലേ? ബോക്സൈറ്റ് ദ ഓർ ഓഫ് അലൂമിനിയം എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നമ്മൾ എപ്പോഴും 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാ ഓറുകൾ അല്ലേ? നമുക്ക് എന്നാ ഓറുകളോട് നോക്കിയിട്ട് പോയാലോ? ഭയം ഓറുകൾ. ആദ്യം നമ്മൾ പറയുന്നത് എന്തിന്റെ ഓർമ്മയാ? അലൂമിനിയത്തിന്റെ ഓർ. അലൂമിനിയത്തിന്റെ ഓർ ഇപ്പം നമ്മൾ പഠിച്ചല്ലോ, ബോക്സൈറ്റ് അല്ലേ? അലൂമിനിയത്തിന്റെ ഓർ ഏതാ? ബോക്സൈറ്റ്. ഇനി എന്താ ആരുടെ ഓറാ ഉള്ളത്? അലൂമിനിയത്തിന്റെ ഓർ ഏതാ? ബോക്സൈറ്റ് അല്ലേ? നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഏതാ? അയൺ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. അയണിന്റെ ഓറുകൾ ഏതൊക്കെയാ? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. പിന്നീടുള്ളത് ഏതാ? കോപ്പറിന്റെ ഏതൊക്കെയാ നോക്കിക്കേ മക്കളെ. കോപ്പർ പൈറേറ്റ്സ് ഉണ്ട്, കോപ്പർ പൈറേറ്റ്സ് ഉണ്ട്, കുപ്രൈറ്റ് ഉണ്ട്. കോപ്പർ പൈറേറ്റ്സ് ഉണ്ട്, കുപ്രൈറ്റ്സ് ഉണ്ട്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? അലൂമിനിയത്തിന്റെ ബോക്സൈറ്റ്, അയണിന്റെ ഏതൊക്കെയായിരുന്നു? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും, കോപ്പറിന്റെ കോപ്പർ പൈറേറ്റ്സും കുപ്രൈറ്റും. ഓക്കെ, കിട്ടിയല്ലോ. ഇനി സിങ്കിനെ നോക്കിക്കേ. സിങ്കിന്റെ സിങ്ക് ബ്ലെൻഡും ഉണ്ട്, കലാമിനും ഉണ്ട്. സിങ്കിന്റെ സിങ്ക് ബ്ലെൻഡും ഉണ്ട്, കലാമിനും ഉണ്ട്. കിട്ടിയ ഓറുകൾ ഇനി മറക്കത്തില്ലല്ലോ. ഇപ്പൊ തന്നെ പഠിച്ചിട്ട് പോകണം. ഈ പോർഷനുകളൊക്കെ ഇപ്പൊ തന്നെ പഠിച്ചിട്ട് പോകണം. ഇനി ഇതിന് സമയം കളയരുത് കേട്ടോ. ഇനി നമ്മുടെ ഇത്രയും ചാപ്റ്ററുകളിൽ ഒരൊറ്റ ഗ്രാഫ് നമുക്ക് പഠിക്കാനുണ്ട്. ഏതാ ഗ്രാഫ്? കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന ഗ്രാഫ് അല്ലേ? നമുക്ക് അതും കൂടി നോക്കിയാലോ. കെമിക്കൽ ഇക്വിലിബ്രിയം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ്. കാരണം എന്താ? ഇവിടെ ഒരു ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുന്നുണ്ട് അല്ലേ? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇവിടെ റിയാക്റ്റൻ്റ് ഉണ്ടാവും, ഇവിടെ പ്രോഡക്റ്റ് ഉണ്ടാവും. ഈ റിയാക്റ്റൻറ്റ് സൈഡിനെ നമുക്ക് എന്താണെന്ന് വിളിക്കാം? ഫോർവേഡ് റിയാക്ഷൻ എന്ന് വിളിക്കാം. ഇനി പ്രോഡക്റ്റ് സൈഡിൽ നിന്ന് അങ്ങോട്ട് നടക്കുകയാണെങ്കിൽ അത് ബാക്ക്വേർഡ് റിയാക്ഷനാണ്. അപ്പോൾ എപ്പോഴും റിയാക്റ്റൻറ്റ് സൈഡും പ്രോഡക്റ്റ് സൈഡും ഈക്വൽ ആയിട്ട് നിൽക്കുന്നതിനാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ഗ്രാഫിൽ മാർക്ക് ചെയ്യാൻ ചോദിക്കും. നമുക്ക് സ്ലൈഡ് നോക്കിയാലോ. ഇത് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഈ 3 പോർഷൻ നമുക്ക് മാർക്ക് ചെയ്യാൻ ചോദിക്കും. എ എന്ന് പറഞ്ഞാൽ എന്താ? ഇവർ ഏത് സ്റ്റേറ്റിലായിരിക്കും? കെമിക്കൽ ഇക്വിലിബ്രിയത്തിന് സ്റ്റേറ്റിലായിരിക്കും. അതായത് എന്താ? റിയാക്റ്റന്റും പ്രോഡക്റ്റും ഈക്വൽ ആയിട്ടിരിക്കുന്ന കണ്ടീഷൻ ആയിരിക്കും അല്ലേ? ഇനി ബി എന്ന് പറഞ്ഞാലോ ഫോർവേഡ് റിയാക്ഷൻ. അതായത് എന്താ? റിയാക്റ്റന്റിൽ നിന്ന് പ്രോഡക്റ്റ് ഉണ്ടാവുന്ന പ്രോസസ് ആണ് അല്ലേ ഫോർവേഡ് റിയാക്ഷൻ. അപ്പോൾ അവിടെ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. സി എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ക്വേർഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും, ആ പ്രോഡക്റ്റിൽ നിന്ന് തിരിച്ച് എന്താകുക? റിയാക്റ്റൻസ് ആവുക ചെയ്യുന്നത്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പോർഷൻസ്. അപ്പോൾ താങ്ക് യു.